ആണ്ടവരുടെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു കർത്ത ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നൽകിയിരിക്കുന്ന ഈ ദിവസത്തിനായി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഇന്ന് എപ്പിസോഡ് 106 പോവുകയാണ്. ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് ബൈബിൾ സ്റ്റഡിയിൽ ഫിലിപ്പിയ ലേഖനം 1 അധ്യായം 29-30 വചനം നമുക്ക് വാസിച്ചിടാം. 29-30 വചനം, ഫിലിപ്പിയ ലേഖനം 1:29-30 വചനം നമുക്ക് பார்க்கலாம். ஆண்டவர் என்ன சொல்லுது? നമ്മൾ നേരത്തെ ഫിലിപ്പ് 29 വാക്യം നമ്മൾ കൊഞ്ചം വാസിച്ചാച്ചേ, കൊഞ്ചം പഠിച്ചാച്ചേ. നമുക്ക് 29 വാക്യം ഒന്നുകൂടെ പഠിച്ചിട്ട് നമുക്ക് 30 വാക്യത്തിലേക്ക് നമുക്ക് ചെന്നിടാം. നമുക്ക് ഇங்கே നമുക്ക് ഇത് ഞാൻ ചൊല്ലിയാലോ. ഇത് എപ്പിസോഡ് 106 താൻ. ഇത് എപ്പിസോഡ് 106 താൻ. ഇതിൽ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. എന്നാ നമ്മൾ പഠിച്ചാച്ചേ, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. നമ്മൾ 28ന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മൾ പഠിക്കുക. അതായത് അത് തുടർച്ചയായി നമ്മൾ വാസിച്ച് പോരുകയാണ്. 28 എന്നാ சொல்லுது? അത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും അടയാളമാകുന്നു. എന്നാ சொல்லுது? നമ്മൾ സുവിശേഷം ചൊല്ലുന്നത് മുഖാന്തരം അവരുടെ നാശത്തിനും നമ്മുടെ രക്ഷയ്ക്കുമാകും. നമ്മുടെ രക്ഷയ്ക്ക് എന്ന് ചൊല്ലിയാൽ എന്ന് നമ്മൾ ചൊല്ലിയാൽ പൗലോസ് എന്നെ ചൊല്ലാൻ വേണ്ടി വിസാരിക്കരുത് എന്ന് ചൊല്ലിയാൽ നമ്മൾ സുവിശേഷം പറയുമ്പോൾ നമുക്ക് ദൈവത്തിൽ പ്രതിഫലം கிடைக்கும். നമുക്ക് ദൈവത്തിൻ്റെ പ്രതിഫലം നമുക്ക് கிடைക്കും. കാരണം നമുക്ക് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് നിൽക്കേണ്ടി വരും എന്ന് നമുക്ക് തിരിമല്ലോ. നമുക്ക് ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കത് ഫലമായിട്ട് கிடைക്കും. എന്നാൽ ഈ കേൾക്കുന്നവർ അവരത് വിശ്വസിച്ചില്ലെങ്കിൽ അവർക്ക് നാശത്തിനായി ഭവിച്ചിടും എന്ന് ചൊല്ലിടുക. അന്നേരം അത് കേൾക്കുന്നത് വിശ്വസിക്കണോ വേണ്ട എന്നുള്ള അവർ തന്നെ. കാരണം നമുക്ക് തിരിയും ആണ്ടവർ നമ്മളെ ഉണ്ടാക്കിയത് എപ്പടി എന്ന് ചൊല്ലിയാൽ ഫ്രീ വിൽ. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിരിക്കുക. നമുക്ക് വേണമെങ്കിൽ ആണ്ടവരെ നമുക്ക് നമസ്കരിക്കാം, ആണ്ടവരെ സ്തുതിക്കാം, ആണ്ടവരെ വിശ്വസിച്ചിടാം. അതല്ല വേണ്ടെങ്കിൽ തേവപ്പെടാതെങ്കിൽ നമ്മൾ എന്നാ വേണം? നമുക്ക് വിശ്വസിക്കേണ്ട. അത് നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എന്നാ പറ്റും? അവര് നരകത്തിലേ പോയിടും. അന്നേരം ആണ്ടവര് വെള്ളസിംഹാസനത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങളോട് കേട്ടിടും. എന്നാ കേട്ടിടും? നീ എൻ്റെ വചനം നീ കേട്ടാച്ചാ ഇല്ലേ? കാരണം നമുക്ക് തിരിയും. നമ്മൾ യോഹന്നാന്റെ പുസ്തകത്തിൽ നമ്മൾ എന്നാ വാസിക്കുന്നത്? ആണ്ടവർ ന്യായം പണ്ണുന്നത് അവൻ്റെ സുവിശേഷം മുഖാന്തരമാണ്. ആണ്ടവർ നമുക്ക് ന്യായം പണ്ണുന്നത് അവൻ്റെ സുവിശേഷ പ്രകാരമാണ്. അതായത് സുവിശേഷത്തിൽ എന്നാ ചൊല്ലിയിരിക്കുന്ന അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ന്യായം പണ്ണുന്നത്. അതായത് സുവിശേഷം താൻ അതിൻ്റെ ബേസ്, അല്ലെങ്കിൽ സുവിശേഷം അതാണ് അതിൻ്റെ ലോ, അല്ലെങ്കിൽ അതിൻ്റെ നിയമം. ആ നിയമം നിങ്ങൾ കേട്ടുവോ ഇല്ലയോ? അന്നേരം നിങ്ങൾക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റും? ഞാൻ കേട്ടതേ ഇല്ല, എനിക്ക് ആണ്ടവരുടെ വചനം ഞാൻ കേട്ടിട്ടേ ഇല്ല എന്ന് എനിക്ക് എപ്പോഴും ചൊല്ലാൻ പറ്റും? കാരണം നമ്മൾ വചനം ചൊല്ലുമ്പോൾ അവർ കേട്ടാച്ച്, അവർ വിശ്വസിച്ചോ ഇല്ലയോ അവരുടെ തപ്പ്. നമ്മുടെ കടമ എന്ന് നമ്മൾ വചനം ചൊല്ലുക, അവർ കേൾക്കുവോ ഇല്ലയോ നമുക്ക് അതിനെപ്പറ്റി വിസാരിക്കേണ്ട കാര്യമില്ല. നമ്മൾ അപ്പോസ്തലനായ പൗലോസ് തന്നെ ചൊല്ലുന്നത് എന്നാ ചൊല്ലുന്നത് தெரியுமா? എൻ്റെ വേല ഞാൻ വിത്ത് വിതയ്ക്കണം, അതുதான் എൻ്റെ വേല. അതായത് ഞാൻ വിതയ്ക്കണം, അതുதான் എൻ്റെ വേല. അത് വിതയ്ക്കുന്നത് അത് വളരുമോ ഇല്ലയോ അത് എൻ്റെ വേലയല്ല, അത് ആണ്ടവരുടെ വേല. എന്നാൽ നനയ്ക്കുന്ന വേല നമ്മൾ അങ്ങ് വാസിക്കുന്ന അപ്പോലോസ് പണിയാച്ചേ എന്ന് നമ്മൾ വാസിക്കുന്നു. അന്നേരം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ ഓരോരുത്തരും അവരവരുടെ വേല പണിയിടുവോ? അതായത് നമ്മുടെ വേല എന്നാ ചൊല്ലിയ നമ്മൾ വിതയ്ക്കുക, അതുതാൻ നമ്മുടെ വേല. ആണ്ടോർ അതുകൊണ്ട് തന്നെ ആണ്ടോരായ യേശു ക്രിസ്തു തന്നെ ഒരു ഉപമ ചൊല്ലിയാച്ചേ, അല്ലെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻ ചൊല്ലിയാച്ചേ. എന്നാ ചൊല്ലിയാച്ചേ?
വിതയ്ക്കുന്നവൻ വിതച്ച് പോയിട്ട് അവൻ റോഡരികിലെ വിതച്ചാച്ച് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് അവൻ പിന്നെ പാറപ്പുറത്തെ വിതച്ചാച്ച്. അത് മറ്റുമല്ല, മൂന്നാമത് ചൊല്ലുന്നത് ഞാൻ അവൻ മുള്ളിൻ്റെ ഇടയ്ക്ക് വിതച്ചാച്ച് അല്ലെങ്കിൽ കാടിൻ്റെ ഇടയ്ക്ക് വിതച്ചാച്ച്. അത് നല്ല നിലത്തെ വിതച്ചാച്ച്. അന്നേരം ഇങ്ങനെ നമ്മൾ ഈ മൂന്നിടത്ത് നമ്മൾ എന്നെ പാക്കുന്നത് ഓരോ സ്റ്റേജ് താൻ. ഫസ്റ്റ് നമ്മൾ റോഡിൽ വിതയ്ക്കുന്നത് അപ്പടിയേ പറവകൾ എടുത്തുകൊണ്ട് പോയാച്ച്, കിളികൾ എടുത്തുകൊണ്ട് പോയാച്ച്, അല്ലെങ്കിൽ അത് അപ്പടിയേ പോയാച്ച്. അതിൽ ഒരു ഫലവും കിടക്കുമെന്ന് നമുക്ക് തിരിയാതെ. അതായത് നമ്മൾ വിതയ്ക്കുമ്പോൾ നമ്മുടെ വചനം അവരെ എടുക്കണമെന്ന് നിർബന്ധമേ ഇത് നമ്മുടെ വേലയല്ല, അത് ആണ്ടവരുടെ വേല. അല്ലെങ്കിൽ അവന് ആണ്ടവർ കൊടുത്ത ഫ്രീ വിൽ, അല്ലെങ്കിൽ അവന് കൊടുത്ത സ്വാതന്ത്ര്യത്തിൽ അവൻ അത് എടുക്കണമോ വേണ്ടായോ അത് അപ്പടുത്ത. അല്ലെങ്കിൽ എന്നെ പറ്റും ഇങ്ങ പറവകൾ അല്ലെങ്കിൽ ഇങ്ങ കിളികൾ എന്ന சொல்லுது എന്നതാണ് தெரியுமா? பிசாஜு தான் இங்கே வந்து எடுத்துக்கொண்டு போயாச்சு. அது ஆண்டவர் தான் எக்ஸ்பிளைன் பண்ணியாச்சு. രണ്ടാമത് നമ്മൾ പിന്നെ രണ്ടാമത് വാസിക്കുന്ന അവൻ പാറപ്പുറത്ത് ഇട്ടാച്ച്. പാറപ്പുറത്ത് വിതച്ചപ്പോൾ എന്നെ പറ്റി അത് കിളിച്ചാച്ച്. അത് കൊഞ്ചം അത് സ്പ്രൗട്ട് വന്ന് കൊഞ്ചം കിളിച്ചാച്ച്. അതായത് അത് പക്ഷേ എന്നെ പറ്റിയാച്ച് അതിന് മണ്ണ് கிடைக்காதோடு அது என்ன பற்றி அது உணங்கி போயாச்சு. அங்கேயும் நம்ம பார்க்குது அது பலம் கொடுக்காத போயாச்சு. ആദ്യത്തിലും ഫലം കൊടുക്കില്ല, കാരണം അതിൽ ഒന്നുമേ വർക്ക് പണിയില്ല. ഇതിലും സെയിം. ഇത് കൊഞ്ചം മുളച്ചാച്ച്. കൊഞ്ചം നമ്മൾ കേൾക്കുമ്പോൾ കൊഞ്ചം നമുക്ക് എന്നാ പറ്റും? നമുക്ക് വചനം കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചൂട് വന്നിട്ട് നമ്മൾ എന്നാ പറ്റും? നമ്മൾ ആണ്ടവരെ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, ഞാൻ നിന്നെ നമ്പിടുന്നു എന്നൊക്കെ ചൊല്ലി നമ്മൾ കൈപൊക്കിടും. അത് കഴിഞ്ഞിട്ട് അവൻ എന്നെ പറ്റും? അത് പാറപ്പുറത്ത് വീണ മാതി എന്നെ പറ്റും? അത് കൊഞ്ചം മുളച്ചാച്ച് അത് അപ്പടിയേ ഇറന്നു പോയാച്ച്. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ മുള്ളിൻ്റെ ഇടയിൽ വീണപ്പോൾ എന്നെ പറ്റി ഇടം നല്ല ഇടം താൻ. കാരണം അതുകൊണ്ട് താൻ നമ്മൾ பார்ക്കുന്നത് ആണ്ടോട് சொல்லுது വിധ വലുതായാച്ച്. എന്നാൽ മുള്ളെല്ലാം കൂടെ എല്ലാം ഞെരുക്കിയാച്ച്. എന്തുകൊണ്ട് ഞെരുക്കിയാച്ച്? അതായത് നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബകാര്യങ്ങൾ എല്ലാമേ ടെൻഷൻ എല്ലാമേ വന്നിട്ട് നമ്മൾ അത് ഞെരുക്കിയിട്ട് എന്നെ പറ്റി നമ്മളിൽ ആണ്ടവരുടെ ഫലം നമുക്ക് കായ്ക്കുക. അല്ലെങ്കിൽ മറ്റുള്ള നീ ആണ്ടവരെ തന്നെ, ആണ്ടവരായ യേശുക്രിസ്തുവിനെ നീ നമ്പുവാ. അതിനെ കൊണ്ട് നമുക്ക് എത്ര നല്ല ആണ്ടവർ നമുക്കിരിക്കെ, നമുക്ക് ദേവന്മാരിരിക്കെ, നമ്മുടെ ദേവന്മാർ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കോടിക്കണക്കിന് ദേവന്മാരിരിക്കും. നീ ആണ്ടവരായ യേശുക്രിസ്തുവിനെ എന്തിനും നമ്പുന്നു? അന്നേരം നമ്മൾ അത് ആൾക്കാരുടെ എല്ലാമായ പ്രഷർ കൊണ്ട് അത് എന്നെ പറ്റി ആ വിധ ഫലം കായ്ക്കാതെ പോയാച്ച്, വളർന്നാച്ച്. എന്നാൽ നമ്മൾ വാസിക്കുന്ന എന്നതാ നല്ല നിലത്തിൽ വീണത് എന്നെ പറ്റി 100, 60, 30 മേനി ഫലം കായ്ച്ചാச்சு. അതേപോലെ തന്നെ ഇங்கே അപ്പോസ്തലനായ പൗലോസ് അതുതാണ് ഇங்கே വിസാരിച്ച് சொல்லுது. അതിൽ ചിലർക്ക് നിങ്ങൾക്ക് രക്ഷയ്ക്കായിട്ടും അവർക്ക് നാശത്തിനുമായിട്ട് ഭവിച്ചാச்சு. എന്നാൽ ഇത് 29 വാക്യത്തിൽ അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അത് ആണ്ടവർ താൻ വെച്ചിരിക്കുക. നമ്മൾ വേറെ ആരുമേ വെച്ചതല്ല. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. നമ്മൾ ആണ്ടവരെ വിശ്വസിക്കുമ്പോൾ ക്രിസ്തുവിനെ നമ്മൾ വിശ്വസിക്കുക എന്ന് മാത്രമല്ല, നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് കഷ്ടവും വന്നിടും. കണ്ടിപ്പായി നമുക്ക് കഷ്ടം വന്നിടും. നമുക്ക് കഷ്ടം വരത്തില്ല എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മൾ ചിലർ ഞാൻ പറയുന്നത് കേട്ട്, നിങ്ങൾ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ നമ്പിടും, നിങ്ങൾ വിശ്വസിച്ചിടും, നിങ്ങളുടെ കഷ്ടം എല്ലാമേ പോയിടും. അത് ரொம்ப தப்பு தான். നിങ്ങൾക്ക് കഷ്ടം അങ്ങേ താൻ വരും. ആണ്ടവരായ യേശു ക്രിസ്തു ചൊല്ലിതാൻ, എന്നെ വിശ്വസിക്കുന്നവർക്ക് കഷ്ടം താൻ വരും. കാരണം നിങ്ങൾ എന്നെ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ മക്കളല്ല, നിങ്ങൾ ആരുടെ മക്കൾ താൻ? എൻ്റെ മക്കൾ താൻ. അന്നേരം നിങ്ങളുടെ ശത്രുവാര ലോകത്തിൻ്റെ മക്കൾ താൻ നിനക്ക് ശത്രുവായിരിക്കും. നിനക്ക് ലോകത്തിൻ്റെ മക്കൾ നിനക്ക് ശത്രുവായിരിക്കുമ്പോൾ നിനക്ക് എന്നാ പറ്റും? നീ ആണ്ടവരായ യേശു ക്രിസ്തുവിനെ നമ്പുക അല്ലെങ്കിൽ വിശ്വസിക്കുക. അതുകൊണ്ട് അവർ നിങ്ങൾക്ക് കഷ്ടമേ തരും.
അതുപോലെ പിശാച് അങ്ങ് താൻ പ്രവർത്തിക്കും. കാരണം പിശാചിന് എപ്പോഴെങ്കിലും നമ്മൾ തിരുമ്പി വരണം, അതിന് താൻ അവൻ്റെ വേല. അതുകൊണ്ട് നമുക്ക് ரொம்ப കഷ്ടം വന്നില്ല. പക്ഷേ നമുക്ക് അതുകൊണ്ട് ഭയപ്പെടേണ്ട. എന്താ നമുക്ക് നേരത്തെ വാസിച്ചിൽ നമ്മൾ എന്നാ പഠിച്ചാച്ചേ, നമുക്ക് ആണ്ടവരുടെ സന്തോഷം கிடைக்கும், നമുക്ക് സമാധാനം கிடைக்கும், നമുക്ക് ധൈര്യം கிடைക്കും. നമുക്ക് ധൈര്യം கிடைക്കുമ്പോൾ നമുക്ക് ആണ്ടവരുടെ വചനം നമുക്ക് വിതയ്ക്കാൻ പറ്റും. അത് மட்டுമല്ല, നമ്മൾ ആണ്ടവരിൽ നമുക്ക് ധൈര്യം പൂണ്ട് നമുക്ക് ആണ്ടവർക്ക് വേണ്ടി നിൽക്കാൻ പറ്റും. അന്നേരം ഇங்கே சொல்லுന്ന കാര്യം 29-ാം വാക്യത്തിൽ, ക്രിസ്തുവിൽ വിശ്വസിപ്പീൻ, മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരുന്നു. അത് സഹിക്കാൻ, ആ കഷ്ടം വരുന്നത് സഹിക്കാനുള്ള വരം, അതായത് ആ കഷ്ടം സഹിക്കാനുള്ള നമുക്ക് കഴിവ് ആണ്ടവർ നൽകിയിടും. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഒരു കാര്യം നമുക്ക് പൊടിയണം, നമ്മുടെ ജീവിതം ഇത്രയ്ക്ക് താൻ നമുക്ക് ഒരു വെള്ളത്തിൽ വരുന്ന കുമ്പിള പോലെ താൻ അത് വന്ന് അപ്പളിയെ പൊട്ടിപ്പോയിടും. കാരണം അത്ര താൻ നമ്മുടെ ജീവിതം ഇരിക്കുക. അന്നേരം നമുക്ക് കഷ്ടം അനുഭവിക്കാനുള്ള ആ കഷ്ടം ചെറിയ നിമിളങ്ക് മാത്രം താൻ ഈ കഷ്ടം, ആ കഷ്ടം കൊണ്ട് നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമുക്ക് 30-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നിൽ കണ്ടതും ഇപ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അത് அங்கே அப்போஸ்தலனாയ പൗലോസ് இங்கே சொல்லுது, എനിക്ക് എന്നാ പോരാട്ടം വന്നാച്ചാൽ അത് നിങ്ങൾക്കും கிடைக்குது. എനിക്ക് മറ്റുമല്ല, ഞാൻ ആണ്ടവരെ വിശ്വസിച്ച് ഞാൻ ആണ്ടവരുടെ സുവിശേഷം ചൊല്ലുകൊണ്ട് എനിക്ക് വന്ന പോരാട്ടം അല്ലെങ്കിൽ കഷ്ടങ്ങളെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ ബദ്ധനായി ഞാൻ ജയിലിൽ കിടക്കുന്നത്, അല്ലെങ്കിൽ ചങ്ങലയാൽ ബന്ധപ്പെട്ട് കിടക്കുന്നത്, എൻ്റെ കാരണം എന്നതാ? ആണ്ടവരെ വിശ്വസിച്ചാണ് എൻ്റെ കഷ്ടം. അതുകൊണ്ട് എനിക്ക് കഷ്ടം വന്നാൽ അത് നിങ്ങൾക്കും വന്നിരിക്കുക. എനിക്ക് നല്ലപോലെ തിരിയും. അതുകൊണ്ട് താൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജപം പണിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ നിന്നും വീണു പോവാതെ നിങ്ങൾ ബലപ്പെട്ട് നിങ്ങൾ ധൈര്യം കൊണ്ട് ആണ്ടവർക്ക് വേല പണണം. അതിന് താൻ പൗലോസ് അവൻ ജയിൽ വാസം പണ്ണപ്പോഴും ചങ്ങലയിൽ കെട്ടപ്പെട്ടപ്പോഴും അവൻ എന്നാ പണുവാം? വിശ്വാസികൾക്ക് വേണ്ടി ജപിച്ചുകൊണ്ടേയിരുന്നേ. കാരണം നിങ്ങൾക്കും കഷ്ടം വരുമെന്ന് എനിക്ക് നല്ലപോലെ തിരിയും. എനിക്ക് മറ്റുമല്ല, ഞാനിപ്പം ജയിലിൽ കിടക്കും. നിങ്ങൾക്ക് അതിൻ്റെതായ കഷ്ടം നിങ്ങൾക്കും ഇരിക്കും. കഷ്ടം നിങ്ങൾ ആണ്ടവർക്ക് വേല ചെയ്യുമ്പോൾ കഷ്ടം ഈ ലോകത്തിൽ ഇരിക്കും. ആ കഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് അത് സഹിക്കാനുള്ള ധൈര്യം, അല്ലെങ്കിൽ സഹിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനുള്ള കഷ്ടം അനുഭവിക്കാനും നിങ്ങൾക്ക് ആണ്ടവർ നിങ്ങൾക്ക് വരം നൽകിയിടും എന്ന് ചൊല്ലിക്കണം. കഷ്ടം അനുഭവിക്കാൻ വേണ്ടി നമുക്ക് ആണ്ടവർ നമുക്ക് വരം നൽകിയിടുകയാണ്. അത് മാത്രമല്ല, നമ്മൾ ഇങ്ങനെ വെച്ച് എന്നെക്കുറിച്ച് കേൾക്കുന്ന പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ. അത് എനിക്ക് മറ്റുമല്ല പോരാട്ടം, നിങ്ങൾക്കും പോരാട്ടം. നിങ്ങൾക്കും പ്രയാസങ്ങൾ വന്നിടും. നിങ്ങൾക്കും പ്രയാസം വരാതെ ഒരിക്കലുമേ ഇരിക്കാതെ അത് വരുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും ആണ്ടവരുടെ വേല പണുന്നില്ല. അത് ഞാൻ എൻ്റെ സമയം മുടിഞ്ഞാച്ച് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. ആണ്ടവർ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപ നിങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ആണ്ടവർ ഞങ്ങളെ മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.